ഭൂരിപക്ഷമുള്ള LDFിനെ നോക്കുകുത്തിയാക്കി BJP ഭരിച്ച ഒരു പഞ്ചായത്തുണ്ട് ഇടുക്കിയിൽ. കഴിഞ്ഞ 5 വർഷമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച BJPയുടെ ഏക മെമ്പറായ സുരേഷ് കുഴിക്കാട് LDFിൽ നിന്നും UDFിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്ത കഥയിലേക്കാണ് ഇനി പോകുന്നത്. ഇതാണ് സുരേഷ് കുഴിക്കാട്ട്. കഴിഞ്ഞ 5 വർഷമായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ. സുരേഷ് കുഴിക്കാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 16 വാർഡുകളുള്ള കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വിഭാഗത്തിനായിരുന്നു. LDFിൽ നിന്നും UDFിൽ നിന്നുമായി 4 പേർ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല. ജനറൽ സീറ്റിൽ നിർത്തിയിരുന്ന സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. പക്ഷേ സംവരണ വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് കുഴിക്കാട്ട് വിജയിച്ചു കയറി. ഇതോടെ BJPക്ക് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു. അപ്രതീക്ഷിതമായി ലഭിച്ച അവസരം പ്രതീക്ഷകളോടെ മറ്റു മുന്നണികളുമായി സഹകരിച്ച മികച്ച നേട്ടത്തോടെയാണ് സുരേഷ് കുഴിക്കാട്ട് അവസാനിപ്പിച്ചത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് ജനപ്രതിയായി കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സഹപ്രവർത്തകരായ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ മെമ്പർമാരും നല്ല അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കി തന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ തന്നെ മികച്ച പഞ്ചായത്താകുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തുൾപ്പെടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് സമ്മാനങ്ങളും പഞ്ചായത്ത് നേടി. പ്രസിഡന്റ് പദത്തിൽ നിന്നിറങ്ങുമ്പോൾ ഇതാണ് സുരേഷ് കുഴിക്കാടിന്റെ അടുത്ത തീരുമാനം. തൽക്കാലം ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങളായതുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പിലേക്ക്. പക്ഷേ ഇനിയും വീണ്ടും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ തുടരും. മത്സര രംഗത്തേക്ക് ഇല്ല എന്നാണ് എൻ്റെ തീരുമാനം. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇനിയും ഭരണം മാറി മാറിയെത്തും. ഇടതിനെയും വലതിനെയും വിറപ്പിച്ച് 5 വർഷം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച BJPയുടെ ഏക പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പേര് സുരേഷ് കുഴിക്കാട്ടിൽ മാത്രം ഒതുങ്ങും. ജനം, ഇടുക്കി.